വെൽക്കം ടു മൈ ചാനൽ ദിശ മലയാളി യൂട്യൂബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കുറേ നാളായി ഹെയർ സ്റ്റൈൽ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അല്ലേ. ആൻഡ് ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടെ ആണ്. അപ്പോൾ മുടിക്ക് ഉള്ളു കുറവുള്ളവർക്ക് ഉള്ളു തോന്നിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റൈൽസ് ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത്. പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫാമിലി 97,000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇനി 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ അല്ലേ. ആൻഡ് എനിക്ക് ഇതിനോട് നന്ദി പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരോടുമാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ടാണ് നമ്മുടെ ഫാമിലി ഇത്രയും ബിഗ് ആയത്. ആൻഡ് പുതിയതായിട്ട് വന്ന എല്ലാ ആൾക്കാർക്കും, എല്ലാ മെമ്പേഴ്സിനും ഞങ്ങളുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത് വരുന്ന കൊച്ചു ബെലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ സൈഡ് പാർട്ടീഷൻ ആണ് എടുക്കുന്നത്. ഇനി കുറച്ച് ഹെയർ, ഫ്രണ്ടിലേക്കുള്ള കുറച്ച് ഹെയർ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിയിടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്ന ഇഷ്ടമില്ലെങ്കിൽ ഇത് ചെയ്യണമെന്നില്ല. എന്നിട്ട് ഏകദേശം സൈഡ് പാർട്ടീഷൻ എടുത്തതിൽ നിന്നും ഏകദേശം നടുഭാഗത്ത് നിന്ന് 3 സെക്ഷനായിട്ട് ഹെയർ എടുക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ പിന്നുന്നത് പോലെ ഇതുപോലെ പിന്നുക. എന്നിട്ട് ഫ്രണ്ടിലേക്ക് കുറച്ച് ഹെയർ എടുത്തിട്ട് ഇതിനോടൊപ്പം ചേർത്ത് പിന്നുക. ഈ ഒരു സ്റ്റൈൽ എന്റെ കഴിഞ്ഞ കുറെ ഹെയർ സ്റ്റൈൽസിലേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പൊ താഴെ വരെ ഇതുപോലെ ചെയ്യാം. ഓക്കെ, ഇനി ഇത് ബാക്കിലേക്ക് വെച്ചിട്ട് ഒരു ഹെയർ പിൻ വെച്ച് അതിനെ ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കുക. അപ്പൊ ഇതാണ് ഞാൻ മുകളിൽ ചെയ്യുന്ന ഒരു സ്റ്റൈല് ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ കാണിച്ച സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഞാൻ ഈ ഒരു സ്റ്റൈലാണ് ചെയ്യുന്നത്. മെയിൻ നമ്മുടെ എന്താ പറയാ, മുടിക്ക് ഉള്ളു തോന്നുന്ന രീതിയിൽ ചെയ്യുന്ന സ്റ്റൈല് ഇനിയാണ് കാണുന്നത്. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നത് ഫുൾ നമ്മൾ ഹെയർ ഒരു സൈഡിലേക്ക് എടുക്കുക. അതിനുശേഷം ഏകദേശം അടിഭാഗത്തുനിന്ന് കുറച്ച് ഹെയർ ഇതുപോലെ എടുക്കുക. എന്നിട്ട് അതിനെ 3 സെക്ഷനായിട്ട് എടുത്തിട്ട് സാധാരണ നമ്മള് ചെയ്യില്ലേ, എന്താണ് 3 മുടി പിന്നല് ചെയ്യില്ലേ, അതുപോലെ ചെയ്യുക. അത് ഇങ്ങ് താഴെ വരെ പിന്നിക്കൊണ്ട് വന്നിട്ട് അടിക്കൊരു ഹെയർ ബാൻഡ് ഇട്ട് വെക്കുക. ഓക്കെ, ഇത് ഞാനിപ്പോ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള ഹെയർ 2 സെക്ഷനായിട്ട് എടുക്കുക. ഓക്കെ, 2 സെക്ഷനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, നേരത്തെ നമ്മൾ പിന്നി വെച്ചില്ലേ, അത് ഇതേമാതിരി അടിഭാഗത്തോട് എടുത്തിട്ട് സാധാരണ നമ്മൾ 3 മുടി പിന്നല് ചെയ്യുന്ന പോലെ ചെയ്യുക. വളരെ ഈസിയാണ്. ഇതുപോലെ താഴെ വരെ പിന്നിക്കൊണ്ടുവരിക. നമ്മൾ നേരത്തെ പിന്നി വെച്ച അടിയിലൊരു ഹെയർ ബാൻഡ് ഇട്ടില്ലേ, അത് റിമൂവ് ചെയ്യുക. എന്നിട്ട് ഫുള്ളായിട്ട് ലാസ്റ്റ് അടിയിലൊരു ഹെയർ ബാൻഡ് ഇടുക. ഇനി ചെയ്യാൻ പോകുന്നത് കുറച്ച് ഹെയർ, അതായത് നമ്മള് കുഞ്ഞു സെക്ഷനായിട്ട് ഒരു ഹെയർ എടുത്തിട്ട് നേരത്തെ പിന്നി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊഴിച്ച് ബാക്കിയുള്ള ഹെയർ എല്ലാം ബാക്കിലേക്ക് ഒന്ന് വലിച്ചു കൊടുക്കുക. നമ്മൾ എന്താ പറയാ, കുഞ്ഞി ഒരു സെക്ഷൻ എടുത്തിട്ട് പിന്നില്ലേ, അതിലൊന്നും തൊടേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള ഹെയർ എല്ലാം ഒന്ന് ബാക്കിലേക്ക് ഒന്ന് വലിച്ചെടുത്ത് കൊടുക്കുക. അപ്പൊ ഇതാണ് ഒരു സ്റ്റൈല്. അടുത്ത ഹെയർ സ്റ്റൈൽ ചെയ്യാം. അപ്പൊ മുകളിൽ ചെയ്തത് ഞാൻ മാറ്റുന്നില്ല, അതുപോലെ തന്നെ വെച്ചിരിക്കുകയാണ്.
അപ്പൊ താഴെ 2 സെക്ഷനായിട്ട് ഹെയർ എടുക്കുക. എന്നിട്ട് അതിനെ 3 സെക്ഷനായിട്ട് എടുത്തിട്ട് നമ്മൾ സാധാരണ പിന്നുന്നത് പോലെ താഴെ വരെ കൊണ്ട് പിന്നുക. അപ്പൊ ഈ 2 സെക്ഷനും ഇതുപോലെ തന്നെ ചെയ്യുക. ഇത് രണ്ടും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു ഹെയർ പിൻ വെച്ചിട്ട്, അതായത് ബാക്കിൽ ഇവിടെ ഒരു ഹെയർ പിൻ വെച്ച് അതിനെ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുക. ഇതിപ്പോ നമ്മള് ഈ ഫിക്സ് ചെയ്തിരിക്കുന്ന ഹെയർ പിൻ കാണാൻ പാടില്ല. അത് കാണാത്ത രീതിയിൽ ബാക്കിലൂടെ ജസ്റ്റ് അതിനെ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുക. ഇതുപോലെ ഫുള്ള് ചെയ്യാം. ഇതും മുടിക്ക് ഉള്ളു തോന്നുന്ന രീതിയിലുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.